ഊതിക്കാച്ചിയ ജീവിതങ്ങൾ. കഥ എഴുതിയത് അമ്പിളി കൃഷ്ണകുമാർ. തീയിൽ ചുട്ടുപഴുത്ത ലോഹക്കഷ്ണം തങ്ക നിറമാകുന്നത് നോക്കിയിരിക്കെ ഗോപാലചാമിയുടെ ചിന്തകളിൽ തീ ആളാൻ തുടങ്ങുകയായി. ഉഷ്ണം ബാധിച്ച മനസ്സും ശരീരവും ഉലയിലെ ചൂടേറ്റ് കറുത്ത് കരിവാളിച്ചിരുന്നു. കനലിൽ വച്ച ലോഹക്കഷ്ണം ശ്രദ്ധയോടെ കോരിയെടുത്ത് കല്ലിൽ വച്ച് അതിൽ ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കുന്ന ഗോപാലചാമിക്ക് ഒരു കാലത്ത് തങ്ക നിറമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിങ്ങനെ കറുത്ത് കരിവാളിക്കുമോ? അതെ, ആകും. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ പെട്ടാൽ ജീവിതത്തിൻ്റെ ചൂടും ചൂരുമേറ്റ് കറുത്ത് കരിവാളിക്കും. ഇതുപോലെ തങ്ക നിറമുള്ള ഒരു ലോഹക്കഷ്ണം ഉപയോഗയോഗ്യമായ ഉപകരണമാക്കി മാറ്റുമ്പോഴേക്കും അതിൻ്റെ നിറവും തന്നെ പോലെ തന്നെയാകും. ആകട്ടെ, അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരമുണ്ടാകുമല്ലോ. അതിൻ്റെ മേൽ എത്രയധികം പ്രഹരമേൽക്കുന്നുവോ അത്രയും അധികം ഉൾക്കരുത്തും ഉണ്ടാകും അതിന്. ദേഹത്തൂടെ ചാലിട്ടൊഴുകിയ ശ്വേതകണമൊന്ന് ആ ലോഹകഷ്ണത്തിലേക്ക് ഛ് എന്നൊരു ചെറിയ ശബ്ദത്തോടെ വീണ് ഞൊടിയിടയിൽ അപ്രത്യക്ഷമായി. ചാമിയെ, എൻ്റെ കത്തിക്ക് മൂർച്ച കൂട്ടിയോ? ലോഹത്തിൽ ശക്തിയായി അടിച്ചുകൊണ്ടിരുന്ന ഗോപാലചാമി തെല്ല് മുഖമൊന്നുയർത്തി നോക്കി. അല്ല, ആരിത്? കാർത്തിയായനി അമ്മയോ? ഞാനത് എപ്പോഴേ ശരിയാക്കി വച്ചു. വൈകിട്ട് അതിലേ വന്ന് തരാനിരുന്നതാ. അടിച്ചു പരത്താൻ തുടങ്ങിയ ലോഹകഷ്ണം തിരികെ കനലിലേക്ക് തന്നെ ഇട്ട് പൊതിഞ്ഞു മാറ്റി വച്ചിരുന്ന കത്തിയെടുത്ത് കാർത്തിയായനി അമ്മയ്ക്ക് നേരെ നീട്ടി. നീ അതവിടെ വെക്ക്, കുറച്ചു നേരം ഞാൻ ഇവിടെ ഒന്നിരിക്കട്ടെ. ഒന്നും മിണ്ടാതെ വീണ്ടും ലോഹകഷ്ണം എടുത്തു വെച്ച് അതിൽ കൂടം കൊണ്ട് ആഞ്ഞടിക്കുന്ന ഗോപാലചാമിയുടെ നെറ്റിയിലെ മാംസപേശികൾ എന്തോ ചിന്തിക്കുന്നതായി കാർത്തിയായനി അമ്മയ്ക്ക് തോന്നി. നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കെന്തിനാ ഈ കത്തി എന്നല്ലേ? ഒറ്റയ്ക്ക് താമസിക്കുന്ന എനിക്ക് വെറുതെ ഒരു ധൈര്യത്തിന്, വെറും വെറുതെ. ഒട്ടൊരു മന്ദഹാസത്തോടെയുള്ള ആ പറച്ചിലിൽ ഒരു പരിഹാസഭാവം നിഴലിച്ചിരുന്നോ? തലചിരിച്ച് അവരുടെ മുഖത്തേക്ക് പാളി നോക്കിയ ഗോപാലചാമിക്ക് കൃത്യമായി വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു ഭാവമായിരുന്നു അത്. ബാക്കി വാക്കുകൾ കല്ലിലടിക്കുന്ന ശബ്ദത്തോടൊപ്പം ഇടകലർന്നു പോയി. എങ്കിലും ഗോപാലചാമിക്ക് അത് കേൾക്കാൻ കഴിയും. കാരണം ആ ശബ്ദത്തിനിടയിൽ കൂടി മാത്രം കേട്ട വാക്കുകളെ ഗോപാലചാമിക്കിപ്പോൾ പരിചിതമായുള്ളൂ. ചോര കണ്ടാൽ ബോധം പോകുന്ന എനിക്കിത് ഒരിക്കലും ആർക്ക് നേരെയും പ്രയോഗിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. വലിയ വീട്ടിലാണ് താമസമെങ്കിലും അവിടെ പണവും സ്വർണവും ഒന്നുമില്ലെന്ന് കള്ളന്മാർക്കറിയില്ലല്ലോ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒറ്റയ്ക്കിങ്ങനെ താമസിക്കാതെ സ്വന്തം നാട്ടിലേക്കെങ്കിലും പോയിക്കൂടെ എന്നാണോ? ഇല്ല. വിദൂരതയിലേക്ക് ദൃഷ്ടി പായിച്ചുകൊണ്ട് അത് പറയുമ്പോൾ ആ ശബ്ദത്തിനൊരു ഉറപ്പും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. മക്കളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും തൻ്റോടൊപ്പം താമസിക്കാൻ തയ്യാറായി വന്നെങ്കിലോ എന്നൊരു പ്രതീക്ഷ. പ്രതീക്ഷകളിലല്ലേ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. ഒന്നും മിണ്ടാതിരുന്ന് തൻ്റെ ജോലി തുടരുന്ന ഗോപാലചാമിക്ക് പ്രതീക്ഷ എന്ന വാക്ക് കേട്ടതും ശുഭപ്രതീക്ഷകളുടെ ഒരു വസന്തകാലം തനിക്കുമുണ്ടായിരുന്നല്ലോ എന്ന ഓർമ്മയിൽ ലോഹത്തിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങിയ കൈ ഒന്നയഞ്ഞ് ദുർബലമായ ഒരു സ്പർശനമായി അത് അവശേഷിച്ചു. അച്ഛനമ്മമാരുടെ വാത്സല്യഭാജനമായിരുന്ന കുഞ്ഞു ഗോപു, ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷം പിറന്നൊരുണ്ണി, മുത്തശ്ശൻ്റെ ഗോപിക്കുട്ടൻ. കൗമാരത്തിലെത്തിയ ഗോപാലൻ ഇത്രയും വെളിച്ചമുള്ള ചിത്രങ്ങൾക്കിടയിൽ പിന്നെയുള്ളതെല്ലാം തന്നെ നിഴൽ ചിത്രങ്ങളായി പോയതെന്തേ? എല്ലാറ്റിനും നിമിത്തമായ ആ യാത്ര. അന്ന് താനും കൂടി അച്ഛനമ്മമാർക്കൊപ്പം പോയാൽ മതിയായിരുന്നു. സന്തോഷത്തോടെ യാത്ര തിരിച്ച അവരെ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന കാഴ്ചയായിരുന്നു അവസാനം കണ്ട വെള്ളനിറം. പിന്നെ ഇതുവരെ ആ നിറം കണ്ടാൽ കണ്ണടച്ചു കളഞ്ഞേക്കും. സംഭവിച്ചതൊരു ദുസ്വപ്നമാവാനേ തരമുള്ളൂ എന്നൊരു കുഞ്ഞു മനസ്സ് ആകുലപ്പെട്ടപ്പോഴേക്കും പ്രായപൂർത്തിയായില്ല എന്ന കാരണത്താൽ അമ്മാവൻ എല്ലാം കൈവശപ്പെടുത്തിയിരുന്നു. കൗമാരത്തിലേക്ക് കടന്ന തനിക്ക് അമ്മാവൻ്റെ ചില കൊള്ളരുതായ്മകളിൽ സംശയം തോന്നിയത് മനസ്സിലാക്കി അമ്മാവൻ ഒരു മുഴം മുന്നേ എറിഞ്ഞു. അത്രയും കുടിലത മനസ്സിലാക്കാനും മണത്തറിയുവാനുമുള്ള കഴിവ് ആ പ്രായത്തിൽ ഇല്ലാതിരുന്ന കാരണം അമ്മാവൻ്റെ ചതിക്കുള്ളിൽ അകപ്പെട്ടുപോയി.
അന്ന് നാട്ടിൽ നടന്ന ഒരു കൊലപാതകം തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് തൻ്റെ സ്വത്തുക്കൾ കൈയടക്കി തന്നെ നാട് കടത്താനായിരുന്നുവെന്ന് അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലല്ലോ. സാഹചര്യ തെളിവുകളെല്ലാം തനിക്കെതിരായിരുന്നതിനാൽ എവിടേക്കെങ്കിലും ഒളിച്ചു പോയി തൽക്കാലം രക്ഷപ്പെട്ടോ എന്ന ഉപദേശത്തിൽ വിശ്വസിച്ചു പോയി. വിധി വിളയാട്ടങ്ങളുടെ കാണാക്കയങ്ങളിൽ ആടിയുലഞ്ഞ വള്ളം പോലെ നടുക്കടലിലേക്ക് ആഴാൻ തുടങ്ങിയ ജീവിതം. എങ്ങനെയൊക്കെ തുഴഞ്ഞിട്ടും കരയ്ക്കടുക്കുന്നില്ല എന്ന് കണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി നടന്ന ഒരു ഉച്ചനേരം. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നാളങ്ങൾ ഉച്ചിയിലടിച്ചപ്പോൾ ആഞ്ഞാഞ്ഞു നടന്നു. ക്ഷീണിതനായി ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാനാവാത്ത അവസ്ഥയിൽ ഒരു മരച്ചുവട്ടിലിരുന്നു. അപ്പോൾ വൈക്കോൽ കയറ്റി വന്ന ഒരു വാഹനം ദൂരെ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് തൽക്കാലം രക്ഷപ്പെടാൻ അതിൽ കയറി കിടന്നു. ക്ഷീണം കാരണം കണ്ണുകൾ അടഞ്ഞുപോയി. കണ്ണു തുറന്നപ്പോൾ ചുറ്റിനും തമിഴ് സംസാരിക്കുന്നവർ. ഗുണ്ടൽപേട്ട് എന്ന സ്ഥലമാണതെന്ന് മനസ്സിലായി. വണ്ടിയിൽ നിന്നിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ നടന്നു. വിശപ്പും ദാഹവും അസഹ്യമായപ്പോൾ എവിടെയോ തളർന്നിരുന്ന് മയങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോൾ ഒരു കരിപുരണ്ട വൃദ്ധൻ തന്നെ സൂക്ഷിച്ചു നോക്കുന്നു. ഒന്നും ചോദിക്കാതെ തന്നെ കുടിക്കാൻ ഒരു മൊന്ത നിറയെ വെള്ളം നീട്ടി. അത് വാങ്ങി ആർത്തിയോടെ കുടിക്കുമ്പോൾ ചുട്ടുപഴുത്ത ഒരു ലോഹ കഷ്ണത്തിലേക്ക് തുള്ളി വെള്ളം വീണതുപോലെ ഞൊടിയിടയിൽ അത് ശരീരത്തിൽ അപ്രത്യക്ഷമായി. അത്രയ്ക്ക് ഉഷ്ണവും ചൂടുമായിരുന്നു തൻ്റെ ശരീരത്തിൽ. ചുട്ടുപഴുത്ത ഒരു ലോഹ കഷ്ണത്തിനു സമം. ജീവിത പ്രതിസന്ധികളിൽപ്പെട്ട് വെന്തുരുകിയ ജീവനുള്ള ഒരു ലോഹ കഷ്ണം പോലെ കാണപ്പെട്ട ആ വൃദ്ധനും താനും സമം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ആ വൃദ്ധനൊപ്പം താനും ചേർന്നു. പണിയെടുക്കാൻ തീരെ വയ്യാതായി പോയതിനാൽ അവിടെ കൂട്ടിയിട്ടിരുന്ന പണിയായുധങ്ങൾ ആരോടോ ഉള്ള വാശി തീർക്കും പോലെ ശക്തിയിൽ അടിച്ചു പരത്തി പണിയായുധങ്ങൾ നിർമ്മിച്ചത് കാരണം അവിടുത്തെ നാട്ടുകാർക്കൊക്കെ അതൊരു അനുഗ്രഹമായി തീർന്നു. കാരണം ആ പ്രദേശത്തെ നാട്ടുകാരുടെ പണിയായുധങ്ങൾ നന്നാക്കുവാൻ ആ വൃദ്ധന് ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിനൊരു ഉത്തരമായി. അവർ തൻ്റെ ഗോപാലൻ എന്ന പേരിനെ ഗോപാലച്ചാമി എന്നാക്കി മാറ്റി. വർഷം എത്ര കടന്നുപോയി! ഇപ്പോൾ ആര് കണ്ടാലും തന്നെ തിരിച്ചറിയില്ല. ഇനി ഈ ഗോപാലച്ചാമിയിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല. ഇക്കാലം അത്രയും തന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി എന്ത് എന്ന പ്രതിസന്ധിയിൽപ്പെട്ട് തളർന്നിരുന്നപ്പോഴും അതിജീവനത്തിൻ്റെ പാതയിൽ അള്ളിപ്പിടിച്ച് കരകയറാനുള്ള ശ്രമത്തിനിടയിലും താങ്ങായി തണലായി തനിക്ക് പേര് പോലും അറിയാത്ത ഒരു വൃദ്ധൻ മാത്രം. സാരമില്ല, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. ഇതുപോലെ ജീവിതത്തിൻ്റെ നല്ല കാലത്ത് തന്നെ ക്രൂരമായി ഒറ്റപ്പെടലിൻ്റെ പടുകുഴിയിൽ പിടിച്ചു തള്ളപ്പെട്ട എത്രയോ ജന്മങ്ങളുണ്ട് ഈ ഭൂമിയിൽ. ജീവിതത്തിൻ്റെ പുറംപോക്കുകളിൽ ഒരു പരാതിയുമില്ലാതെ തന്നെപ്പോലെ ജീവിക്കുന്നവരിൽ ചിലർക്കെങ്കിലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഇത്തരം ഭൂതകാലമുണ്ടാവില്ലേ? നീണ്ട ഒരു നെടുവീർപ്പിനൊപ്പം അന്നത്തെ പണി തീർത്ത് ഇന്ന് ഒന്നിനും വയ്യ എന്ന് പറഞ്ഞ് മുഷിഞ്ഞ ഉടുപ്പിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു ബീഡിയെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ഇനിയില്ല, തീർന്നു എന്നൊരാത്മഗതം പുറത്തു വന്നു. അവശേഷിച്ച ആ ബീഡി അടുപ്പിലെ കനലിലേക്ക് വെച്ച് മെല്ലെ മെല്ലെ ഊതി ഊതി കത്തിച്ചെടുക്കുമ്പോൾ മുഖത്തേക്കടിച്ച പുക കാരണം ശക്തിയായി ചുമ വന്നുപോയി. വിറയ്ക്കുന്ന വിരലുകൾക്കിടയിൽ തിരുകിയ അതിനെ ആഞ്ഞാഞ്ഞു വലിച്ച് പുകവലയങ്ങളാക്കി പുറത്തു വിട്ടുകൊണ്ട് തനിക്കു ചുറ്റും ഒരു പുകമറ സൃഷ്ടിച്ച് അതിൽ കയറിയിരുന്നു.